ഹലോ ഗായ്സ്, ഇന്ന് എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മളൊരു ഡേ വ്ളോഗ് ചെയ്യാൻ പോവാം. നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത് ഡെഫ് ഫെസ്റ്റ് 2025. അപ്പം നമുക്ക് ഇനിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഗ്ലാമർ ചെറുക്കനെ എടുത്ത് നമുക്ക് ടോട്ടലി ഒരു 40 കിലോമീറ്റേഴ്സ് പോകണം. അതേ വരുന്നത് നോക്കിയ ഓപ്പോസിറ്റ് വഴി. അങ്ങനെ നമ്മൾ USTയുടെ പാർക്കിങ്ങിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ കുറേ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട് ഫോട്ടോഗ്രാഫിക്കൊക്കെ. അപ്പം നമ്മൾ കുറച്ച് മിനിമം ആയിട്ടാണ് എല്ലാം ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ വന്നത് നൈസായിട്ട് രജിസ്ട്രേഷൻ്റെ ഡെസ്കിലായിരുന്നു. കുറച്ച് നേരം വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ എത്തിയത് നമുക്ക് ഒരു 9th ഫ്ലോറിലായിരുന്നു. ഇവിടെയായിരുന്നു ഞങ്ങളുടെ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തിരുന്നത്. ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് ഒരു ബിസ്ക്കറ്റ്സും പിന്നെ ഒരു ഡ്രിങ്കും കിട്ടിയായിരുന്നു. നമ്മൾ നേരെ കയറിയത് നമ്മുടെ ഹാളിലോട്ടാണ്. ഇവിടെ ഒരു മൂവി തിയേറ്റർ കയറി ഫീലായിരുന്നു. നല്ലൊരു ഇതായിരുന്നു. UST പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. USTയുടെ സ്പോൺസേർഡ് ഇവൻ്റ് ആയതുകൊണ്ട് ഫസ്റ്റ് തന്നെ USTയുടെ കുറച്ച് അഡ്വർടൈസ്മെൻറ്റ്സും ഉണ്ടായിരുന്നു. ബട്ട് ഇറ്റ് വാസ് ക്വൈറ്റ് നൈസ്. പിന്നെ അവിടെ എത്തിയിട്ട് പരിചയപ്പെട്ട 2 പേരുണ്ടായിരുന്നു. ഒന്ന് ദിസ് ഗായ്, ഹിസ് വൈശാഖ്. തന്നെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ ഡെഫ് ഫെസ്റ്റിനെയും എങ്ങനെയാണ് GDG സ്റ്റാർട്ട് ചെയ്തതിനെ പറ്റിയൊക്കെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ. പിന്നെ വന്നതായിരുന്നു സർപ്രൈസ്. നമ്മുടെ സുന്ദർ പിച്ചൈ, CEO ഓഫ് ഗൂഗിളിൻ്റെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ. ഇറ്റ് വാസ് ക്വൈറ്റ് നൈസ്. ഇവിടെ കീനോട്ട് പറയാനായിട്ട് വന്നത് നീതു മറിയം ജോയ് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരിയാണ്. പുള്ളിക്കാരി ഈ നമ്മുടെ ഈ സൂപ്പർ ബ്രയൻ എന്ന് പറഞ്ഞിട്ടുള്ളതിൻ്റെ CEOയും co-founder-ഉം കൂടെയാണ്. പുള്ളിക്കാരി വന്നിട്ട് അവരെ സൂപ്പർ ബ്രയനെ കുറിച്ച് ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷനും പറഞ്ഞിട്ട് നമുക്ക് കീനോട്ട്സും പറഞ്ഞതിന് ശേഷം നമ്മളടുത്ത് ഇവൻറ്റിലോട്ട് സ്റ്റാർട്ട് ചെയ്യുകയായിരുന്നു ചെയ്തത്. അപ്പം നെക്സ്റ്റ് വന്നത് ആരാന്ന് വെച്ചാൽ ഈ വർഗീസ് ചെറിയൻ എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിക്കാരനാണ്. പുള്ളിക്കാരൻ ഈ ടെക്നോളജി സർവീസസിൻ്റെ ഹെഡാണ്, UST തന്നെ ഉള്ളതാണ്. പുള്ളിക്കാരൻ വന്നിട്ട് നമ്മുടെ അടുത്ത് ഈ AI എങ്ങനെയാണ് നമ്മുടെ ഡെവലപ്പേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്നത്, AI വെച്ച് നമുക്ക് ഡെവലപ്പേഴ്സിന് എങ്ങനെ ഇവോൾവ് ചെയ്യാം എന്ന് വെച്ച് ഒരു ചെറിയൊരു ടോക്ക് ഉണ്ടായിരുന്നു. ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ ഉറങ്ങുന്ന കാണാം. പക്ഷേ അത് നോക്കണ്ട, പുള്ളിക്കാരൻ പറഞ്ഞത് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എനിക്കറിയില്ല, മേ ബി രാവിലെ വന്ന് എൻ്റെ ഉറക്കമായിരിക്കാം. നെക്സ്റ്റ് വന്നിട്ട് ബിനോ മേലാർ കുറച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇന്നോവേഷൻ ഓഫ് AI ആൻഡ് ഓട്ടോമേഷൻ ഇലക്ട്രോണിക്സിനെ പറ്റി. പിന്നെ നമ്മൾ നേരെ പോയത് ഒരു ഫുഡ് അടിക്കാനുള്ള ചെറുങ്ങായിരുന്നു. ഒരു സ്നാക്സിൻ്റെ ടൈമായിരുന്നു. നമുക്കവിടെ വടയും ഇതൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ വടയൊക്കെ തന്നു. ഞാനിങ്ങനെ വട വാങ്ങാൻ വേണ്ടി കാത്തു നിന്ന് വടയും വാങ്ങിയിട്ട് വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് വന്നതായിരുന്നു ഓസ്റ്റിൻ അഗർവാൾ. പുള്ളിക്കാരൻ ഗൂഗിളിലെ തന്നെ ഒരു എംപ്ലോയി ആയിരുന്നു. അപ്പോൾ ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കുറച്ച് ടോപ്പിക്സ് ഒക്കെയാണ് പുള്ളിക്കാരൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ജെമിനിനെ കുറിച്ച് കുറച്ച് തിങ്സ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഇൻട്രാക്റ്റീവ് സെക്ഷൻ ആയിരുന്നു. പിന്നെ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഞാൻ ഫുഡ് കണ്ടിട്ട് വേറെ എല്ലാം മറന്നു. ഫുഡ് കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ USTയുടെ ഒരു ക്യാപ്പച്ചീനോയും കഴിച്ചിട്ട് ഐസ്ക്രീമും ഗുലാബ് ജാമുനൊക്കെ കണ്ടു. അതൊക്കെ കഴിച്ചു. പിന്നെ വന്നിട്ടാണെങ്കിൽ നമ്മുടെ കുറച്ച് ക്വിസിൻ്റെ പരിപാടീസ് ഉണ്ടായിരുന്നു. അപ്പം ക്വിസൊക്കെ വന്നിട്ട് അവരുടെ പാർട്ട്ണറായിട്ടുള്ള മേക്ക് മൈ പാസിൻ്റെ തന്നെ ഒരു അടുത്തായിട്ട് ടോക്ക് ചെയ്തത് അനൂപ് VK-യാണ്, അസോസിയേറ്റ് വൈസ് പ്രസിഡന്റ് അറ്റ് jiffy.ai. പുള്ളിക്കാരൻ കുറച്ച് ടെക്നിക് പരമായിട്ടുള്ള ടോക്സ് ഒക്കെ ആയിരുന്നു. ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ എൻ്റെ കൂടെ ഇരിക്കുന്നതാണ് മിസ്റ്റർ ജെബിൻ. ബൈക്ക് കൊണ്ട് പാർക്ക് ചെയ്യാൻ വെച്ചപ്പോൾ കൂടെ കൂടിയതാണ്. പിന്നെ അങ്ങ് കൂടെ തന്നെ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ നൈസ് പേഴ്സണാലിറ്റിയാണ്. അടുത്തായിട്ട് പറയാനുള്ളത് വൈശാഖ് YPനെ പറ്റിയാണ്. ഒരു യൂട്യൂബറാണ്, കണ്ടാൽ പറയത്തില്ല ഒരു യൂട്യൂബറാണെന്ന്, പക്ഷേ ഒരു യൂട്യൂബറാണ്. ഇതുവരെ ഫേസ് റിവീൽ ചെയ്തിട്ടില്ല, ഞാൻ റിവീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. പുള്ളിക്കാരൻ ഒരു അടിപൊളി ഫോട്ടോഗ്രാഫറും വീഡിയോഗ്രാഫറുമാണ്. പിന്നെ വന്നത് കിരൺ മാത്യു ആണ്. പുള്ളിക്കാരൻ ഡേറ്റ എഞ്ചിനീയറിംഗ് റീഇൻറ്റഡ് വിത്ത് ജെമിനി യൂസ് ചെയ്ത് എങ്ങനെയാണ് ഡേറ്റ എഞ്ചിനീയറിങ്ങിൻ്റെ പരിപാടീസ് നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ക്വസ്റ്റ്യൻസ് വന്നതാണ്. പിന്നെ നമ്മൾ പോയത് അടുത്ത ടീ ബ്രേക്ക് ആയിരുന്നു. അതിനുള്ള വെയിറ്റിംഗ് ആയിരുന്നു. പിന്നെ അവിടെ വെച്ച് 2-3 ഫോട്ടോസും വീഡിയോസൊക്കെ ക്ലിക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഫുഡിന് വേണ്ടിയുള്ള ക്യൂ ആണ്. എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുക, ഫുഡ് കിട്ടേ. എന്നിട്ട് എനിക്ക് കിട്ടാനുള്ള ഫുഡ് മേടിച്ചുകൊണ്ട് ഞങ്ങൾ നേരെ പോയത് പാൻട്രിയിലാണ്. അവിടെ പോയിട്ട് കുറച്ച് നെറ്റ്വർക്കിംഗ് ഒക്കെ ചെയ്യാമെന്ന് വെച്ചിട്ട് 2-3 പേരൊക്കെ പരിചയപ്പെട്ടായിരുന്നു. ഒരു തമിഴ് ഗ്യാങ്ങൊക്കെ. പിന്നെ തമിഴൊക്കെ അത്യാവശ്യം അറിയാമെന്നുള്ളതുകൊണ്ട് ഞാൻ സംസാരിച്ചായിരുന്നു. പിന്നെ ഇവിടെ നിന്നുള്ള വ്യൂ അതൊരു രക്ഷയില്ല കേട്ടോ.
എന്നിട്ട് ഞാൻ ഹോളിൽ വന്നിട്ട് ജസ്റ്റ് ഒരു 360 ആയിട്ട് ഇതാണ് നമ്മുടെ ഹോളെന്ന് പറഞ്ഞിട്ടൊന്ന് വെറുതെ ഒന്ന് എടുത്തായിരുന്നു. പിന്നെ ലാസ്റ്റ് വന്നത് അഭിഷേക് ശർമ്മ ആയിരുന്നു, ലീഡ് ക്ലൗഡ് എഞ്ചിനീയർ ആണ് പുള്ളിക്കാരൻ. പുള്ളിക്കാരൻ്റെ കുറച്ച് ടോക്കൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അതും ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പുള്ളിക്കാരൻ വീഡിയോ ഒക്കെ എടുക്കുന്നത് കാണാമല്ലോ. പിന്നെ ക്ലോസിങ് നോട്ടും വോട്ട് ഓഫ് താങ്ക്സ് ഒക്കെ ഇട്ട് നമ്മുടെ USTയുടെ കുറച്ച് അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളതൊക്കെ നോക്കിയിരിക്കുകയായിരുന്നു. പിന്നെ ജോബിൻ്റെ കുറച്ച് ഓപ്പണിങ്സ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് URL ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ജസ്റ്റ് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് എന്തെങ്കിലും അപ്ലൈ ചെയ്യാമല്ലോ അവരേരിയ. പിന്നെ ഇതായിരുന്നു അവരുടെ USTയുടെ ഒരു സ്പോൺസേർഡ് വീഡിയോ. കൊള്ളായിരുന്നു. അവരുടെ ഇവൻറ്റ്സൊക്കെ ഭയങ്കര എൻജോയിങ് ഒക്കെ ആണെന്ന് തോന്നുന്നു. നമ്മളെല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയായിരുന്നു. പിന്നെയാണ് വന്നത് വോട്ടിംഗ് സെക്ഷൻ. അപ്പോഴാണ് വിചാരിച്ചത് ഞങ്ങൾ വോട്ട് ചെയ്തിട്ടാണ് ഇവരെ സെലക്ട് ചെയ്യുന്നതെന്ന്. പക്ഷേ കഷ്ടകാലത്തിന് വോട്ടിംഗ് സിസ്റ്റം വർക്കാവുന്നില്ലായിരുന്നു. അതുകൊണ്ട് അതിലുണ്ടായിരുന്ന നമ്മളെ വൈശാഖ് ബ്രോ 7th place ആയിരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്ലേസ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് നടന്നില്ല, അത് പോയി. പിന്നെ നമ്മൾ വൈശാഖ് ബ്രോ പോയി വാങ്ങുന്നതും വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ബട്ട് ഒരു ഇഷ്യൂ ഇല്ലാതെ നമ്മളല്ല വൈശാഖ് ബ്രോ പോയി സാധനവും മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ വൈശാഖ് ബ്രോ ലാസ്റ്റ് പ്രൈസ് അടിച്ചു, സന്തോഷപരമായി. പിന്നെ ഈ പുള്ളിക്കാരൻ ജസ്റ്റ് ഒരു വീഡിയോ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു സ്പെഷ്യൽ പ്രൈസൊക്കെ കൊടുത്തിട്ട് പുള്ളിക്കാരൻ്റെ വീഡിയോ ഒക്കെ അവിടെ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. കൊള്ളായിരുന്നു അത്. എന്നിട്ട് നമ്മളിങ്ങനെ നോക്കി ഇവൻ്റൊക്കെ അങ്ങ് തീർത്തിട്ട് നൈസായിട്ട് നമ്മൾ ഇറങ്ങി നമ്മളിങ്ങനെ എല്ലാവരും ഇങ്ങനെ ഒരു സെൽഫിയൊക്കെ എടുക്കാമെന്ന് വെച്ച് ഇങ്ങനെ ഇരുന്നു. എന്നിട്ട് പുള്ളിക്കാരനെ കുറിച്ച് 2 ഇതൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കോമഡിയൊക്കെ അടിച്ചിട്ട് ഇറങ്ങുമായിരുന്നു ഞങ്ങൾ. പുള്ളിക്കാരൻ എനിക്ക് 2-3 ഫോട്ടോ ഒക്കെ എടുത്തു തന്നു. അങ്ങനെ ഇവൻ്റ് എല്ലാം കഴിഞ്ഞു, എല്ലാവരും പോകാനുള്ള ഇതിലായി. പിന്നെ നമുക്ക് കുറച്ച് ഗുഡീസ് ഉണ്ട്, ഒരു ടീഷർട്ട് ഉണ്ട്, അത് മേടിക്കാനായിട്ട് പതിയെ പുറത്തിറങ്ങുമായിരുന്നു. എന്നിട്ട് നമ്മൾ നൈസായിട്ട് പുറത്തിറങ്ങി ടീഷർട്ട് മേടിച്ചിട്ട് ലിഫ്റ്റ് കയറി താഴെ ഇറങ്ങിയിട്ട് ഫോട്ടോ എടുക്കാനുള്ള ഒരു പരിപാടികളായിരുന്നു താഴെ. അങ്ങനെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ ഇറങ്ങിയിരിക്കുക. ഇവിടെ പോകാനായിട്ട് ബസ് കയറി ഇവര് പിറകെ ഇവിടെ പോകുന്നു. ഇതാണ് നമ്മുടെ ഡ്രൈവർ, ഇവരൊക്കെയാണ് യാത്രക്കാർ. പാർക്കിങ്ങിൽ പോയി ഞാൻ എൻ്റെ ഗ്ലാമർ കൂട്ടനും എടുത്ത് വീട്ടിലോട്ട് പോവാണ്. ഇവരെ പിന്നെയും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബൈ. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്. ദിസ് ഈസ് ദ ഡെവലപ്പർ സൈനിങ് ഓഫ്. Bye bye.